അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. റബ്ബി സിദ്നാ ഇൽമൻ വഹൽമൻ വഫഹ്മൻ വഅഖ്ലൻ വഅദബൻ കാമില റബ്ബി തമ്മിൻ ബിൽ ഖൈരി വസ്സഅദ. اللهم اغفر لنا ذنوبنا يا ارحم الراحمين. اللهم وجهنا الى الخير وجه الخير الينا يا ارحم الراحمين. നമ്മുടെ ഡെസ്കിൽ കുറച്ച് സുആലുകളുണ്ട്. അതിൽ മിനിഞ്ഞാന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു അന്വേഷണം. അത് ഭാര്യയെ തൊട്ടാൽ വുളു മുറിയുന്ന വിഷയത്തെക്കുറിച്ചാണ്. നാം മുമ്പ് ഇതിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട്. വീണ്ടും അത് ചോദ്യം വന്നതിന് ചില കാരണങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ആ വിഷയത്തിലേക്ക് നമുക്കൊന്ന് ഇറങ്ങാം. അതിന്റെ മദ്ഹബിലുള്ള അഭിപ്രായങ്ങൾ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം, പൊതുവിൽ നമുക്ക് അറിയുന്ന ഒരു മസ്അല തന്നെയാണ് ഇത്. എന്നാലും ചിലപ്പോഴൊക്കെ എന്താപ്പോ അങ്ങനെ ആയിപ്പോയത് എന്നൊരു ചിന്ത ചിലപ്പോഴെല്ലാം പലവരെയും അലട്ടാറുണ്ട് എന്നും അറിയുന്നു. വാസ്തവത്തില് ഇവിടെ ആദ്യമായി തന്നെ ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽ വേണം. എന്താണത്? പരിശുദ്ധ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് മദ്ഹബിന്റെ ഇമാമുകൾ ഈ മസ്അലകൾ മുഴുവനും നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോ ആ പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിൽ തന്നെ സഹചാരികളായ സ്വഹാബ കിറാമിന് പല വിഷയത്തിലും ഗവേഷണം ചെയ്തുകൊണ്ട് സ്വന്തമായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള അനുമതി പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ശാഖാപരമായ ഫുറൂഇയാത്തായ കർമ്മശാസ്ത്രപരമായ കാര്യങ്ങളിൽ നൽകിയിട്ടുണ്ടായിരുന്നു. ആ അടിസ്ഥാനത്തിൽ അത് ഉമ്മത്തിന് വളരെയധികം ഖൈറുള്ളതാണ് എന്നും പിൽക്കാലത്ത് അതിനെ മനസ്സിലാക്കപ്പെടാൻ സാധിച്ചു. അപ്പൊ ആ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രവാചകനിലേക്ക് ചേർക്കപ്പെടുന്ന, ആ പ്രവാചക കണ്ണിയിലേക്ക് എത്തപ്പെടുന്ന മഹത്തുക്കളായ ഇമാമുകൾ, അതായത് മദ്ഹബിന്റെ ഇമാമുകൾ, ഓരോ വിഷയത്തിലും അവര് ഗവേഷണം നടത്തുകയും ആ ഗവേഷണാടിസ്ഥാനത്തിലുള്ള മസ്അലകൾ സമൂഹത്തിന്റെ മുമ്പിൽ വെക്കുകയും അത് പ്രാബല്യമാക്കുകയും ചെയ്തു വന്നത് ആ അടിസ്ഥാനത്തിലാണ് എന്ന് ആദ്യം നാം മനസ്സിലാക്കണം. അപ്പോ പിന്നെ അതില് ഷാഫി മദ്ഹബ് പ്രകാരം ഇങ്ങനെ എന്തേ വന്നു, അല്ലെ ഹനഫി മദ്ഹബ് പ്രകാരം എങ്ങനെ എന്തേ വന്നു എന്ന ഒരു ആശങ്കക്കവിടെ വഴിയില്ല. എല്ലാം ഖൈറാണ്. നമ്മൾ അത് മദ്ഹബിന്റെ വിശദീകരണത്തിൽ അത് വ്യക്തമായിട്ട് നമ്മൾ സമർത്ഥിച്ചിട്ടുമുണ്ട്, നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള ചില മസ്അലകളിൽ വരുന്ന ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ആശങ്കപ്പെടാൻ ഒന്നുമില്ല. അത് യഥാർത്ഥത്തിൽ നമ്മുടെ ചില ഘട്ടങ്ങളിൽ നമുക്കത് ഖൈറായിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷെ എങ്ങനെയാണെങ്കിലും ഒരു ലൈന്, ഒരു മസ്അലയുടെ ഒരു ക്ലിയർ, ആ ഒരു ഭാഗത്തിലൂടെ മാത്രമേ നമുക്ക് സഞ്ചരിച്ചു പോകാൻ പറ്റൂ. എല്ലാം കൂടി കൂട്ടിക്കുഴക്കാൻ ഒരിക്കലും പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ഒരു മദ്ഹബിൽ നിന്നുകൊണ്ട് പോകുമ്പോൾ ആ മദ്ഹബിന് അടിസ്ഥാനത്തിലുള്ള മസ്അലകളാണ് നാം സ്വീകരിക്കുന്നത് എന്നർത്ഥം. അപ്പൊ ഇവിടെ ഭാര്യയെ തൊട്ടാൽ വുളു മുറിയും എന്ന മസ്അല, അത് ഷാഫിഈ മദ്ഹബ് പ്രകാരം വുളു മുറിയും എന്നത് തന്നെയാണ്. അത് നിരുപാധികം തന്നെയാണ് ഷാഫിഈ മദ്ഹബിൽ വന്നിട്ടുള്ള മസ്അല. അതേ സമയത്ത് വുളു മുറിയില്ല എന്ന അഭിപ്രായം വന്നത് എവിടെയാണ്? അത് ഹനഫി മദ്ഹബിലാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഹനഫി മദ്ഹബില് വുളു മുറിയില്ല എന്നതിന്റെ അർത്ഥം വുളു ചെയ്തതിന് ശേഷം ഭാര്യയെ പോയി തൊടണം എന്ന് അല്ല. അങ്ങനെയല്ല വിഷയം. എന്ന് വെച്ചിട്ട് തൊടല് ഒരു പുണ്യകർമ്മമായിട്ട് ഹനഫി മദ്ഹബിൽ വിശദീകരിക്കപ്പെട്ടിട്ടും ഇല്ല. അതായത് അവിചാരിതമായിട്ട് ഒരു തൊടലോ മറ്റോ നടന്നു കഴിഞ്ഞാൽ അവിടെയുള്ള മസ്അല അവർക്ക് വുളു മുറിയുകയില്ല എന്നത് തന്നെയാണ്. അതിന് കാരണം പരിശുദ്ധ ഖുർആനിൽ കാണുന്ന ഒരായത്ത്, ഔലാ മസ്തുമുൻ നിസാ എന്ന ആയത്ത്.
ഈ ആയത്താണ് ഇപ്പോൾ ഈ വുളു മുറിയും മുറിയില്ല എന്ന മസ്അല ഇസ്തിംബാത്ത് ചെയ്യാൻ എല്ലാ ഫുഖഹാവും എടുത്തത്. ഇവിടെ ലംസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം നമ്മുടെ എല്ലാ മദ്ഹബിന്റെ ഇമാമുകളും, ഹനഫി മദ്ഹബ് അല്ലാത്ത മദ്ഹബിന്റെ ഇമാമുകളിൽ മുഴുവനും വന്ന അഭിപ്രായങ്ങള് ലമസ് എന്നാണല്ലോ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ലമസ് എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം തൊടുക എന്നതാണ് എന്ന് ഷാഫിഈ മദ്ഹബ് നമുക്ക് ഇസ്തിംബാത്ത് ചെയ്തിട്ട് ആ മസ്അലയെ അങ്ങനെയാണ് പറഞ്ഞത്. അതെ, ഇവിടെ ഔലാ മസ്തുമുൻ നിസാ എന്ന സൂറത്ത് നിസായിലെ 43-ാമത്തെ ആയത്ത് പ്രകാരമാണ് ഈ മസ്അലയെ ഇസ്തിംബാത്ത് ചെയ്യുന്നത്. അപ്പോ നമ്മുടെ ഷാഫിഈ മദ്ഹബ് പ്രകാരം ലമസ് ഔലാ മസ്തുമുൻ നിസാ എന്ന് പറഞ്ഞ ആയത്തിന്റെ അർത്ഥം ലമസ് തൊടുക എന്നാണ് എന്ന അർത്ഥം, അതിന്റെ ബാഹ്യമായ അർത്ഥം. അതിന് ഷാഫിഈ മദ്ഹബും അതുപോലെ തന്നെ മാലിക്കി മദ്ഹബിലും അഭിപ്രായം ഇത് തന്നെയാണ്. ലമസ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൈകൊണ്ട് തൊടുന്ന തൊടൽ തന്നെയാണ്. അതിന് ആയത്ത് തന്നെ ലക്ഷ്യം അവർ കൊണ്ടുവന്നു. അതായത് ഫലമസൂഹു ബി ഐദീഹിം എന്ന് സൂറത്തുൽ അൻആമിലുണ്ട്. അപ്പോ അവരുടെ കൈ കൊണ്ട് തൊട്ടു എന്നാണ്. അപ്പൊ ഈ ലമസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലംസ് തൊടുക എന്നാണ് എന്ന ആ ഒരു അർത്ഥം, ആ ഒരു ആശയം ആണ് ഷാഫിഈ മദ്ഹബ് പ്രകാരവും അതുപോലെ തന്നെ മാലിക്കി മദ്ഹബ് പ്രകാരവും കണ്ടുപിടിക്കപ്പെട്ടത്. അപ്പോ ആ രണ്ട് മദ്ഹബ് പ്രകാരം ആ ലമസ് കൊണ്ട് വുളു മുറിയും എന്ന് അവര് മസ്അലയും അവർ കണ്ടുപിടിച്ചു. അവരുടെ മസ്അലയും അത് തന്നെയാണ്, ഷാഫി മദ്ഹബിലും അതുപോലെ തന്നെ മാലിക്കി മദ്ഹബിലും. അപ്പൊ മാലിക്കി മദ്ഹബിന്റെ ഇബാറത്താണ് ഞാൻ ഇപ്പോൾ വായിച്ചതും. അപ്പോ അതിന് കാരണം മാഇസ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ ഒരു കുറ്റബോധത്തോടു കൂടി വന്നപ്പോ പ്രവാചകൻ പറഞ്ഞ ലഅല്ലക ഖബ്ബൽത ഔ ലമസ്ത എന്നാണ്. നീ ചുംബിക്കുകയോ അതോ നീ തൊടുകയോ ചെയ്തിട്ടുണ്ടാവാം എന്നല്ലാതെ നീ മറ്റ് ഒന്നും ചെയ്തിട്ട് ഇല്ല എന്ന ഒരു കാര്യമാണ് പ്രവാചകൻ അവിടെ സൂചിപ്പിച്ചത് എന്ന ഹദീസ് ഒക്കെ ലക്ഷ്യം കൊണ്ടുവരുന്നുണ്ട്. അതേ സമയത്ത് ഈ ലമസ് എന്ന് പറഞ്ഞത് എപ്പോഴാണ് നമ്മൾ രണ്ട് മദ്ഹബിലും വരുന്നത്? അത് ബാലിഗ് ആയതിനു ശേഷമാണ്. ബാലിഗ് അല്ലാത്തൊരു ആണോ പെണ്ണോ ആണെങ്കിൽ അവിടെ വുളു മുറിയുന്ന പ്രശ്നം ഉദിക്കുന്നും ഇല്ല. അത് തന്നെ നമുക്കറിയാം. മറയോട് കൂടെയാണെങ്കിൽ വുളു മുറിയുന്നില്ല. അതേ സമയത്ത് മുടിയിലോ നഖത്തിലോ ആണ് തൊട്ടത് എങ്കിലും വുളു മുറിയുകയില്ല. അതിന് കാരണവും ഉണ്ട്. അപ്പോൾ ഷാഫിഈ മദ്ഹബ് പ്രകാരം പറയുമ്പോൾ ഷാഫിഈ മദ്ഹബ് ഒരു വറഇന്റെ സൂക്ഷ്മതയുടെ മദ്ഹബാണ്. ഹനഫി മദ്ഹബ് എന്ന് പറയുന്നത് അത് അഖലിന്റെ മദ്ഹബാണ് എന്നാണ് പറയല്, ബുദ്ധി കൊടുക്കുന്ന മദ്ഹബാണ്. അപ്പൊ ഹനഫി മദ്ഹബ് പ്രകാരം ലമസ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് അത് ഈ തൊടലല്ല, അത് ഭാര്യ ഭർത്തൃ ബന്ധം ഉണ്ടാവലാണ് എന്ന അർത്ഥത്തിലേക്ക് അവര് ഗവേഷണം ചെയ്യുകയും അപ്പോൾ അവർ ആ അർത്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെന്ത് കണ്ടുപിടിച്ചു? വുളു തൊടല് കൊണ്ട് മുറിയുകയില്ല എന്ന് അവർ കണ്ടുപിടിച്ചു. അതേ സമയത്ത് ലമസിന് കൈകൊണ്ട് തൊടുക എന്നുള്ള അർത്ഥം ഉണ്ട് എന്ന അടിസ്ഥാനത്തിൽ ഷാഫിഈ മദ്ഹബും എന്ത് പറഞ്ഞു? വുളു മുറിയും. മാലിക്കി മദ്ഹബും വുളു മുറിയും എന്ന് പറഞ്ഞു. പക്ഷെ മാലിക്കി മദ്ഹബില് അതിനൊരു കാരണം കൂടി വെച്ചിട്ടുണ്ട്. അതായത് ആ തൊടുക എന്ന് പറഞ്ഞാല് ആ തൊടല് എങ്ങനെ വേണം എന്നാണ് അവർ കണ്ടുപിടിച്ചത്. ആ തൊടുന്നതിൽ ഒരു ഉണർവ്, ഒരു വികാര ഉണർവ്, തലദ്ദുദ് എന്ന് പറയും, ഒരു രസം സിദ്ധിക്കൽ ഉണ്ടാവണം. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലുള്ള തൊടൽ കൊണ്ടേ മുറിയുള്ളൂ എന്ന് അവർ കണ്ടുപിടിച്ചു. വളരെ വ്യക്തമാണ്. മാലിക്കി മദ്ഹബ് പറഞ്ഞത് അതായത് തൊടല് കൊണ്ട് വുളു മുറിയും എന്ന് അവര് പറയാനുള്ള ഒരു കാരണം എങ്ങനെ തൊട്ടു? തലദ്ദുദോടുകൂടെ തൊട്ടു. അതായത് ഒരു വികാര ഉണർവ് ഉള്ളതോടു കൂടെയാണ് തൊട്ടത് എന്ന്. അങ്ങനെ അത് ഇല്ലാതെയാണ് എങ്കിൽ അങ്ങനെ ഇല്ലാതെ തൊട്ടു, അല്ലെങ്കിൽ അങ്ങനെ വികാരമെന്ന ഉദ്ദേശമില്ല എന്ന രീതിയിലാണ് തൊട്ടത് എങ്കിൽ അവർക്ക് വുളു മുറിയൂല. അങ്ങനെയാണ് അതിന്റെ ഒരു ഇബാറത്ത് അമ്മ ഇദാലം നഖ്സദൽ ലദ്ദത വലം യജ്ദിഹ ഫലാ ശൈഅ അലൈഹ എന്നാണ്. അപ്പൊ അവര് പോയ വഴി ഏതാണ്? തലദ്ദുദ് കൊണ്ടാണ്. വെറും ഒരു ശഹ്വയല്ല, തലദ്ദുദ് ഉണ്ടാവണം എന്നാണ്. തലദ്ദുദ് എന്ന് പറഞ്ഞാൽ വികാര ഉണർവ് ഉള്ളതോട് കൂടെ തൊട്ടാലാണ് വുളു മുറിയ. അപ്പോ മാലിക്കി മദ്ഹബിന്റെ ഇജ്തിഹാദ് പോയത് തൊടൽ കൊണ്ട് വുളു മുറിയും എന്ന് തന്നെയാണ്. പക്ഷെ അവർക്കൊരു ഉപാധി ഉണ്ട്, തലദ്ദുദ് വേണം. അപ്പൊ ആ തലദ്ദുദ് ഇല്ലാതെയാണ് തൊട്ടതെങ്കിലും വുളു മുറിയില്ല എന്ന് അവരുടെ മദ്ഹബും കണ്ടുപിടിച്ചു. അതേ സമയത്ത് ഹംബലി മദ്ഹബ്, നമ്മളിപ്പോ ഷാഫി മദ്ഹബിന്റെ മസ്അല ഞാൻ പറഞ്ഞു എന്ന് വുളു നിരുപാധികം മുറിയുമെന്നാണ്. ലംസ് ഉണ്ടായാലും മതി എന്ന് പറഞ്ഞു,
തൊലി തമ്മിൽ ചേർന്നാൽ മതി. അതവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ മാലിക്കി മദ്ഹബ് പ്രകാരം നമുക്ക് മനസ്സിലായി, അവരും പറയുന്നത് തൊട്ടാൽ വുളു മുറിയും എന്നാണ്. പക്ഷെ അവര് അതിനൊരു ഉപാധി വെച്ചു തലദ്ദുദുണ്ടാവുക എന്നുള്ളതാണ്. ഏതല്ല ജിമാഴ് ചെയ്യുക എന്ന ആ ഭാര്യ ഭർത്തൃ ബന്ധം എന്ന അർത്ഥമല്ല എന്നതോടൊപ്പം തലദ്ദുദ് ഉണ്ടാകുക, ആ ഭാര്യയെ സ്പർശിക്കുന്നു, തൊടുന്നു, അതുകൊണ്ടൊരു ലദ്ദത്ത്, ഒരു രസം കിട്ടലുണ്ട്, ഇങ്ങനെയുള്ളൊരു ഉദ്ദേശം ഉണ്ടെങ്കിലേ വുളു മുറിയുള്ളൂ എന്ന് മാലിക്കി മദ്ഹബും അങ്ങനെയാണ്. ഇനി ഹംബലി മദ്ഹബിലാണെങ്കിൽ അവരുടെ ബാബിലിട്ട പേരെങ്ങനെയാണ്, വമിൻ നവാഖിദുൽ വുളൂഇ മസ്സുൽ ബർഗത്തി ബിശഹ്വത്തിൻ എന്നാണ്. അതായത് വികാരത്തോട് കൂടെ ഒരു പെണ്ണിനെ തൊട്ട് കഴിഞ്ഞാൽ വുളു മുറിയും എന്നാണ് അവർ പറഞ്ഞത്. അവരും ഓതിയ ആയത്തിന്റെ തന്നെ ഖൗലിഹി തആല ഉലാമസ്തും നിസാ വ ഖുരിഅ ഔ ലമസ്തും എന്നും ഓതിയിട്ടുണ്ട്. അപ്പൊ ഇതിന് രണ്ടഭിപ്രായം പറഞ്ഞു. ഇബ്നു മസ്ഊദ് എന്നവർ പറഞ്ഞ ഈ ലമസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ലമസ് ഖുബലത്താണ്. ഏത്, അതായത് ചുംബനമാണ് എന്നൊരർത്ഥം അതിൽപ്പെട്ട ഇബ്നു മസ്ഊദ് എന്നവർക്ക് ഒരു അഭിപ്രായം വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അങ്ങനെ ലമസ് ശഹ്വത്തോടു കൂടെ വികാരത്തോടു കൂടെ തൊട്ടാൽ എന്നാണ്. അപ്പൊ വികാരത്തോടു കൂടെ തൊട്ടു, പക്ഷെ തലദ്ദുദ് ഉണ്ടായിട്ട് ഇല്ല. തലദ്ദു പറഞ്ഞാല് വികാര ഉണർവ് ഉണ്ടായിട്ടില്ല, ഒരു രസമുണ്ടാവല് ഉണ്ടായിട്ടില്ല അവന്. എന്നാലും ഈ ഹംബലി മദ്ഹബ് പ്രകാരം വുളു മുറിയുന്നതാണ്. നമ്മൾ വെറും ഒരു ഹനഫിയിൽ വുളു മുറിയില്ല എന്ന് പറയണ്ട. ഈ 4 മദ്ഹബിലും ആകത്തുക നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ചില വ്യത്യാസങ്ങൾ എല്ലാറ്റിലുമുണ്ട്. ഇപ്പോൾ നമ്മുടെ മാലിക്കി മദ്ഹബില് ശഹ്വത്തുണ്ടോ ഇല്ല എന്നുള്ളതല്ല, ആ തൊടല് കൊണ്ട് ഒരു വികാര ഉണർവ് കിട്ടിയാൽ വുളു മുറിയുന്ന ഒരു കണ്ടുപിടിച്ച്. നമ്മളെ ഹംബലി മദ്ഹബ് കണ്ടുപിടിച്ചതോ ലമസ് തന്നെയാണ് അവരും അർത്ഥം വെക്കുന്നത്. പക്ഷെ ശഹ്വത്തോടുകൂടെ വികാരത്തോടു കൂടെയുള്ള തൊടലായിരിക്കണമെന്നാണ്. അതിന് കാരണം ഈ ഹദീസ് ഓതിയിട്ട് ഈ ഹദീസ് എവിടെ റിപ്പോർട്ട് വഫീഹ അൽ വുളു, ഇങ്ങനെ ലമസ് ശഹ്വത്തോടു കൂടെ തൊട്ടാൽ വുളു മുറിയുന്ന അവരും പറയുന്നുണ്ട്. അപ്പൊ വെറും ഒരു ഷാഫി മദ്ഹബ് അല്ലത് കണ്ടുപിടിച്ചിരിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ റവാഹു അബൂദാവൂദ്, ഇത് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ്. പക്ഷേ വക്കീല ഒരു അഭിപ്രായം അവരെ കിതാബിത്തുണ്ടായും വുളു മുറുകയില്ല, ലംസുൽ മറുകത്തി പെണ്ണിനെ തൊട്ടാ വുളു മുറിയില്ല എന്ന് ഒരു അഭിപ്രായം പോലെ അവരിലുള്ള രണ്ടാമത്തെ അഭിപ്രായമാണ്. ഒന്നാം അഭിപ്രായമല്ല, അതും മനസ്സിലാക്കണം. രണ്ടാമത്തെ അഭിപ്രായമാണ് ഏത്, വുളു മുറിയില്ല എന്നുള്ളത്. അതിനും അവര് ഓതിയ ഹദീസ് ലിമാ വറദാൻ ഇബ്രാഹിം തൈമി അൻ ആയിഷ റളിയല്ലാഹു തആല അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുഖബ്ബിലു ബഅദ അസ്വാജി സുമ്മ യുസല്ലി വലാ യതദു, ഭാര്യമാരെ എന്ത് ചെയ്യാറുണ്ട്, ചുംബിക്കാറുണ്ട്, പിന്നെ നിസ്കരിക്കാറുണ്ട്, വുളു ചെയ്യാറില്ല. ഇത് റവാഹു അബൂദാവൂദ് വന്നസായി. ഈ ഹദീസ് അബൂദാവൂദിലുണ്ട്. ഈ ഹദീസ് എവിടെയുണ്ട്? മറ്റേ ഹദീസ് വുളു ഉണ്ടാക്കണം എന്നുള്ള ഹദീസ് അബൂദാവൂദിലുണ്ട്. അപ്പൊ 2 ഹദീസുകൾ വരുമ്പോൾ ഈ ഹദീസിനെ പിന്നെ ജംഅ് ചെയ്യുക എന്നാണ് പറയാ. രണ്ടിനെയും അതിന്റെ അവസരവും അതിന്റെ വന്ന സമയവും സന്ദർഭമൊക്കെ നോക്കിയിട്ട് അതിനെ രണ്ടും കൂടി ഒരുമിച്ചുകൂടി രണ്ടിന്റെ വശം നോക്കിയിട്ട് അതിൽ നിന്ന് ഒരു മസല, അതിൽ നിന്ന് ഒരു കാര്യം അടർത്തിയെടുക്കും. ആ എടുക്കുന്നതിനാണ് ജംഅ് എന്ന് പറയാ. അപ്പോ അവിടെ വുളു ചെയ്യണ്ടെന്ന് ഈ അഭിപ്രായം ചെറിയ അഭിപ്രായമാണ് ഇങ്ങനെ വന്നു. പക്ഷെ ഈ അഭിപ്രായം വന്നപ്പോൾ ഈ ഹദീസ്, അതായത് രണ്ടാമത്തെ ഹദീസില് ഒരു കാരണം പറഞ്ഞു. ഖാല അബൂദാവൂദ് ഹുവ മുർസൽ ഇബ്രാഹിമ ലം യസ്മഅ മിൻ ആയിഷത വഖാല ലൈസ ഫി ഹാദൽ ബൈ അസ്ർ മിൻ ഹാദൽ ഹദീസ് വഇൻ കാന മുർസൽ എന്നാണ്. അതായത് ആയിഷ ബീവി ഇങ്ങനെ ഹദീസ് കേട്ടിട്ടില്ല എന്ന ഒരു മോശം ഈ ഹദീസിലുണ്ട് രണ്ടാമത് പറഞ്ഞതിന്. അതായത് വുളു തൊട്ടു, ചുംബിച്ചു, പിന്നെ നിസ്കരിച്ചു, ഒന്നുണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ നസായിയുടെ അഭിപ്രായമാണ് ഇതുപോലെ നല്ലൊരു ഹദീസ് ഇല്ല എന്നാണ്. അപ്പൊ അവിടെ ഒരു വിഭാഗത്തിന്റെ അടുക്കൽ ഈ ഹദീസിന് നല്ല ബലമുണ്ട്, ഒരു വിഭാഗത്തിന് ബലമില്ല എന്ന്. കാരണം ഇങ്ങനെ 2 അഭിപ്രായങ്ങൾ വന്നത് കൊണ്ട് തന്നെയാണ് അവിടെ ചെറിയ അഭിപ്രായമായിട്ട് അവർ പറഞ്ഞത് വുളു മുറിയില്ല എന്ന്. അപ്പൊ അവരിലും മുഅ്തമദായ അഭിപ്രായം എന്താണ്, ശഹ്വത്തോടു കൂടെ തൊട്ടാൽ വുളു മുറിയും എന്ന് തന്നെയാണ്. പിന്നെയും ഉണ്ട്, മസ്അല പറയുന്നു അൻ ആയിഷ റളിയല്ലാഹു തആല അൻഹാ ഖാലത്ത് ഫഖത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണാതായി ലൈലത്ത് മിനൽ ഫിറാഷ്, അതായത് ഷബീബിയുടെ ഫിറാഷിലായ ഒരു രാത്രി. അങ്ങനെ ഫൽതമസ്സത്തു, ഞാനിങ്ങനെ തപ്പി നോക്കി. അങ്ങനെ ഫളാത്തി എന്റെ കൈ തൊട്ടു. അലാബത്തിരി കദമി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പാദത്തിന്റെ ഉള്ളിൽ തൊട്ടു. അപ്പോ വഹുവ ഫിൽ മസ്ജിദ്, റസൂലാണെങ്കിലോ പള്ളിയിലാണ്. വഹുമ മൻസൂബത്താനി, ആ 2 ഇങ്ങനെ നീട്ടി വെച്ചിരിക്കുകയാണ്. അപ്പൊ നിസ്കരിക്കുന്ന സമയത്ത് ഇങ്ങനെ തൊട്ടിട്ട് റസൂൽ നിസ്കാരത്തിലുണ്ട്. റവാഹു മുസ്ലിം തിർമിദി വസഹഹു. നോക്കി. അപ്പൊ ആ ഹദീസിനെ മറ്റു രീതിയിൽ ഇത്ര, അതായത് പ്രവാചകരാണ് നിസ്കരിക്കുകയാണ്, പ്രവാചകനോട്ടോളം ഖുശൂഉള്ള ഒരാൾ ഭൂലോകത്ത് ആരുമില്ല, അതുകൊണ്ട് പ്രവാചകൻ ഇങ്ങനെ ഒരു ലംസിനെ കുറിച്ച് ഊഹിച്ചിട്ടേ ഇല്ല എന്നർത്ഥം വെച്ചു. അപ്പൊ പിന്നെ അവിടെ ശഹ്വത്തുണ്ടായോ ഇല്ലേ എന്നുള്ള ഒന്നും ഇവിടെ മനസ്സിലാക്കേണ്ടതില്ല. അങ്ങനെയാണ്. അപ്പോ ഈ പറഞ്ഞ സ്ഥലത്തിന് ഈ വേറെ ഒന്നുകൂടി മനസ്സിലാക്കാണ്ട്, ഇത് തൊട്ടത് പെണ്ണിനെ തൊട്ട ആണിന്റെ വുളു മുറി എന്ന് പറഞ്ഞ് പെണ്ണിന്റെ വുളുവോ, ആ പെണ്ണിന്റെ വുളുവും മുറിയും. എപ്പോ മുറിയും?
ആ തലദ്ദുദ് എന്ന് പറഞ്ഞ മാലിക്കി മദ്ഹബിൽ തലദ്ദുദ് എന്ന് പറഞ്ഞത് അതായത് വികാര ഉണർവ് ഉണ്ടാവുക. അപ്പൊ ഈ ഭർത്താവിന്റെ തുടരുകൊണ്ട് വികാര ഉണർവ് ആര് ഈ ഭാര്യയിലും ഉണ്ടായെങ്കിൽ അവളത് മുറിയും. അതേസമയം തന്നെ ഭർത്താവ് വികാരത്തോടുകൂടെ തൊട്ടു ആരെ ഭാര്യയെ, ആ സമയത്ത് ഭാര്യയിലും ഏതുണ്ടായി വികാരമുണ്ടായി, എന്നാൽ അവളത് മുറിയുമെന്ന് ഹംബലി മദ്ഹബിലും. നമ്മളുടെ ഹനഫി മദ്ഹബില് അതുകൊണ്ടൊന്നും വുളു മുറിയില്ല എന്നവർ കണ്ടുപിടിച്ചു. ആ പറഞ്ഞുകൊണ്ട് ഉദ്ദേശം വികാരമോ തലതുണ്ടാവലോ എന്നൊന്നും അല്ല, അതിന്റെ ഉദ്ദേശം ഭാര്യ ഭർത്തൃ ബന്ധം സ്ഥാപിക്കലാണ് എന്ന് അവർ കണ്ടുപിടിച്ചു. അപ്പോ ഇവിടെ ഷാഫി മദ്ഹബിന്റെ ഗവേഷണം പോയത് ഇപ്പൊ ഒരു വിഭാഗം വികാര ഉണർവുണ്ടാകുക, ഷഹ്വത്ത് ഉണ്ടാകുക എന്നൊക്കെയാണ്. മറ്റൊരു നിരുപാധികം എന്താണ്, അതല്ല ഉദ്ദേശം മറ്റേതെന്നാണ്. അതേ സമയത്ത് ഷാഫി മദ്ഹബ് വറഅതുകൊണ്ട് കണ്ടുപിടിച്ചു, അതായത് വുളു മുറിയും എന്നതിന്റെ കാരണം ഷാഫി മദ്ഹബിന്റെ ഗവേഷണം പോയത് ഇപ്പോ ഒരു മദ്ഹബ് വികാര ഉണർവ്, ഒരു മദ്ഹബ് ഷഹ്വത്ത്. അപ്പൊ എങ്ങനെയാണെങ്കിലും ഭാര്യ എന്നുള്ള ഒരു നിലക്ക് മനുഷ്യ പ്രാകൃതമാണ് അവിടെ ഒരു ഷഹ്വത്ത് ഉണ്ടാകും എന്നത്. അപ്പൊ വല്ല അതികടന്ന വല്ല ടെൻഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇല്ലാതിരിക്കുള്ളല്ലോ, അല്ലാത്ത സമയങ്ങളിൽ അത് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ വഴി ഒന്ന് നമുക്ക് സൂക്ഷിക്കാം. ഒന്നുണ്ടാക്കിയതിനു ശേഷം ഭാര്യനെ തൊട്ടിട്ടുണ്ടാക്കണ്ട, തലതും ആ ഷഹ്വത്തിന്റെ വഴിക്ക് പോവണ്ട. നമുക്കെന്താവുക, അത് മാറ്റി വെച്ചിട്ട് നിസ്കാരത്തിലേക്ക് പോവുക. അപ്പൊ വുളു മുറിയുമെന്നുള്ള മസ്സല കൊണ്ട് നമുക്കെന്താവും, ആ ഒരു ഫിക്കറിൽ നിന്നും മാറാൻ കഴിയും എന്ന അടിസ്ഥാന ലക്ഷ്യം ആര് കണ്ടുപിടിക്കുന്നു, ഷാഫി മദ്ഹബ് കണ്ടുപിടിക്കുകയാണ്. അപ്പൊ ആ കണ്ടുപിടിച്ച അടിസ്ഥാനത്തിലാണ് അവരെന്ത് ആ ഷാഫി മദ്ഹബ് എന്ത് വിലയിരുത്തി, വുളു മുറിയുമെന്ന് വിലയിരുത്തി. ഇനി മാത്രമല്ല തുടരും മറ്റും ഉണ്ടായാൽ ഹനഫി മദ്ഹബ് പ്രകാരം അവിടെ വികാര ഭർത്തൃബന്ധം ഉണ്ടാകുക തന്നെ വേണം എന്നതാണ് അവർ പറഞ്ഞത്. പക്ഷെ ഷാഫി മദ്ഹബ് അവിടെയും എന്താണ് സൂക്ഷ്മത കാണിച്ച്, അങ്ങനെ തൊട്ടു ഒരു ഷഹ്വത്തുണ്ടായി അല്ലാഹു അക്ബർ തക്ബീർ കെട്ടി, അല്ലെങ്കിലേ ലോകത്തുള്ള ചിന്തകൾ മുഴുവനും കടന്നു വരുന്ന ഒരു മനസ്സാണ് മനുഷ്യനുള്ളത്. അപ്പോൾ ഇവിടെ ഏത് ചിന്ത വരട്ടെ, വരാതിരിക്കട്ടെ, വരാം. എന്ത് വരാം, ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മയായിരിക്കും പിന്നെ മനസ്സിൽ വരുന്നത്. ആ മോശമായ ചിന്തയും വെച്ചിട്ട് അല്ലാഹു അക്ബർ പറയാൻ പോകണ്ട. ഇനി അത് അല്ലാതെ വരൂലേ, അല്ലാതെ വരുന്നതും ഒരു കാരണം ഉണ്ടാക്കിയിട്ട് വരുന്നു നോക്കിയാൽ ഏറ്റവും കൂടുതൽ ബലം കൊടുക്കേണ്ട എന്തിനാണ്, കാരണത്തോട് കൂടെ ഉണ്ടാവുന്നതിനാണ്. അപ്പൊ ആ കാരണം ഉണ്ടാക്കണ്ട എന്ന ആശയം ആണ്, ഇജ്തിഹാദാണ്, സൂക്ഷ്മതയോട് കൂടെ ഷാഫി മദ്ഹബ് കൊണ്ടുവന്നത്. ആ അടിസ്ഥാനത്തിലാണ് ഷാഫി മദ്ഹബിൽ ഇങ്ങനെ പറഞ്ഞത്. ഇപ്പൊ നമുക്കൊന്ന് മനസ്സിലായി, ഒരു ഷാഫി മദ്ഹബിൽ മാത്രം അല്ല വുളു മുറിയും എന്നുള്ള അഭിപ്രായം വന്നത്. അതായത് ഇതിൽ വന്ന് മാലിക്കി മദ്ഹബിലുണ്ട്, ഹംബലി മദ്ഹബിലുണ്ട്, ഷാഫി മദ്ഹബിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ ചില ചെറിയ മാറ്റങ്ങൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതേ സമയത്ത് ഹനഫി മദ്ഹബിൽ നിരുപാധികം എന്നും കണ്ടു. എന്നാലും അവരുടെ ഒരൊറ്റ ഗ്രന്ഥങ്ങളിലും അങ്ങനെ പോയി തുടരണം എന്നതോ ഒന്നുമല്ല. അവിചാരിതമായൊക്കെ അവർ തട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഇനി അതേപോലെ തന്നെ നമ്മളെ മദ്ഹബിലാണെങ്കിലും അറിയാതെന്ന് തട്ടി നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞു, പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ അറിഞ്ഞത്. നമുക്കവിടെ സമാധാനിക്കാം. ഒരു മദ്ഹബ് ഉണ്ടല്ലോ ഇങ്ങനെ വുളു മുറിയില്ല എന്നുള്ളത്, മറ്റൊരു മദ്ഹബ് ഉണ്ടല്ലോ രസം സിദ്ധിച്ചിട്ടാണ്, നമുക്കിവിടെ രസം ഉണ്ടായിട്ടില്ല. മറ്റൊരു മദ്ഹബ് ഉണ്ടല്ലോ ഷഹ്വത്തോടുകൂടിയാണ്, അതും നമുക്ക് ഉണ്ടായിട്ടില്ല. നമ്മളിപ്പോഴാണ് അറിയുന്നത്, നമ്മളത് നിസ്കാരം സഹിയായി. അപ്പോ ഇതൊക്കെ ഒരേ ലെവലിലേക്ക് അപ്പൊ എത്തിച്ചേരുന്നുണ്ട്. അപ്പൊ അത്രേ ഇതിലൊക്കെ പറയാനുള്ളൂ. അപ്പൊ അവിചാരിതമായിട്ടോ അറിയാതെയോ ഒക്കെ ആണെങ്കിൽ അതിന്റെ പേരിൽ വുളു മുറിയുന്ന പ്രശ്നം നമുക്കില്ല, നമ്മുടെ നിസ്കാരം സഹിഹാവുകയും ചെയ്യുന്നതാണ്. അപ്പൊ ഇതിൽ ആശങ്കപ്പെടാൻ ഒന്നുമില്ല. ഇത് മദ്ഹബിന്റെ ഇമാമുകൾ ഒരു വിഷയത്തിൽ വരുന്ന ഗവേഷണമാണ്. അതിനുള്ള അധികാരം അവർക്ക് പ്രവാചകന് കൊടുത്തിട്ടുണ്ട്. ദീനിൽ അത് അനുവദനീയവുമാണ്. അതിന്റെ പേരിൽ റസൂല് ചുംബിച്ചു എന്നുള്ളതിന്റെ പിന്നെ അവിടെ വേറെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതായത് അതിന്റെ ബാക്കിൽ പോകണ്ട. അതായത് റസൂല് ചുംബിച്ചു എന്നുള്ളത് മറയോടുകൂടെയാണ്, മറ ഇല്ലാതെയാണ്. അതൊക്കെ മാറ്റിവെക്കാം. പ്രവാചകന് പറഞ്ഞു തന്നതും പ്രവാചകനിൽ നിന്ന് മദ്ഹബിന്റെ ഇമാമുകൾ പറഞ്ഞു തന്നതും നമ്മൾ എടുക്കണം എന്ന് പറഞ്ഞത്, നമ്മളും പ്രവാചകനെയും ഒരു തുലാസിലിട്ട് തൂക്കാൻ പറ്റൂല. പ്രവാചകന് ചില ഖുസൂസിയത്തുകൾ പല വിഷയത്തിലും കൊടുത്തിട്ടുണ്ട്. ആ പ്രത്യേകതകളിലൂടെയാണ് പ്രവാചകന്റെ രീതി. നമുക്കറിയാം, നമുക്ക് അസറിന് ശേഷം നിസ്കരിക്കൽ നമുക്ക് കറാഹത്ത. അതേ സമയത്ത് പ്രവാചകൻ നിസ്കരിക്കൽ നിർബന്ധമാണ്. ഒരു സമയത്ത് ആ സമയത്ത് പ്രവാചകൻ നിസ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രവാചകന്റെ മേൽ അത് പിന്നെ തുടർത്തലേതാണ് വുജൂബായി. അപ്പൊ പ്രവാചകനാണ് നിസ്കരിച്ചില്ലേ, നമ്മൾ നിസ്കരിക്കാത്തു എന്ന് പറഞ്ഞ് വടി മുടിച്ചു വരേണ്ട ഒരു ആവശ്യമില്ല. അവിടെ പിന്നെ കൊടികെട്ടി നമ്മൾ എന്താക്കേണ്ട, പ്രശ്നം ഉണ്ടാക്കേണ്ട. അത് ആ മദ്ഹബും അതിന്റെ ഇസ്തിംബാത്തും അതിന്റെ ഇജ്തിഹാദും അതിന്റെ കുറിച്ചുള്ള ഒരു വിവരബോധം നമുക്ക് വേണ്ടതുപോലെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും സംശയങ്ങൾ ഉദിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും കഴിയുന്നു ഈ വിഷയത്തിൽ നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ. ഇൻഷാ അല്ലാഹ് ഏകദേശം അതിന്റെ ഒരു രൂപം നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ബോധ്യപ്പെട്ടിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു.
മറ്റെന്തെങ്കിലും വീണ്ടും വരുന്നു എങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ക്ലിപ്പ് ഒന്ന് ശ്രദ്ധിച്ചു വെക്കുകയും ചെയ്യണേ. കാരണം ഇനിയും ആരെങ്കിലും ഇതുമായിട്ട് വരും, അപ്പോൾ നമുക്കത് എടുത്തു കൊടുക്കേണ്ടി വരും. കാരണം എപ്പോഴും നമ്മളിത് പറയണ്ടല്ലോ. കാരണം ഇതിന്റെ മറ്റു വശങ്ങൾ ഞാൻ മുമ്പൊന്ന് സംസാരിച്ചിട്ടുണ്ട്. അതിന് മാറ്റത്തോട് കൂടെയാണ് ഞാൻ ഇന്ന് സംസാരിച്ചതും എന്നുകൂടി നിങ്ങൾ അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഖൈർ പറയാനും അത് കേൾക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.